എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ സ്വാഗതമൊക്കെ ചെയ്തു. എനിക്ക് മത്സരിക്കാനുള്ളതുണ്ടോ? ഉണ്ടോ? കിഴി നിറയെ ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. എന്തായാലും എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലെ ഈ കിഴി എപ്പിസോഡാണ്. ഓക്കെ. ഇന്ന് തോൽപ്പിച്ചിരിക്കും. 2-3 ദിവസമായിട്ട് നേരത്തെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ. ടൈലാണ് കേട്ടോ. തുടങ്ങിക്കോ. ഇന്ന് തോൽപ്പിച്ചിരിക്കൂലേ? വാശിയിലാണ്. പിന്നല്ല, വാശിക്കാരനാണ്. ഞാൻ കരഞ്ഞിട്ടുണ്ട്. വാശിക്കാരനാണപ്പോ. നോക്കാം. ബാഡ് ബോയ്സ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് ഉടൻ തന്നെ പുറത്തു വരും. സിനിമ ഓണം റിലീസായിട്ട് എത്തുമെന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ. ഓണത്തിന് എത്ര സിനിമയാണ്? ഒരുപാട്. എന്തായാലും ഒമർ ലുലു ഫണ്ണ് നമുക്ക് കാണാം അല്ലേ? പിന്നെ അടുത്ത കിഴി ഫുട്ടേജ് സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. പക്കാ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. എന്തായാലും മഞ്ജു വാര്യറാണ് പ്രധാന കഥാപാത്രമായി വരുന്നത്. ഷൈജു ശ്രീധരൻ ഇതിൻ്റെ എഡിറ്ററും സംവിധായകനുമാണ്. എന്തായാലും നോക്കാം. ഓഗസ്റ്റ് 2 സിനിമ റിലീസിനെത്തും. ഓഗസ്റ്റ് 2 ആരുടെ കൂടെയാണ് അപ്പോൾ? അഡിയോസ് അമിഗോ. LIK സിനിമയിലെ SJ സൂര്യയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ലവ് ഇൻഷുറൻസ് കമ്പനി. നൈസ് നെയിം. നമ്മുടെ എന്തായിരുന്നു നയൻതാരയുടെ കെട്ടിയവൻ്റെ പേര്? വിഘ്നേഷ്. ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഞാൻ വേറെ പേരൊക്കെ പറയാൻ പോയതായിരുന്നു. നന്നായി. ഓക്കെ. അടുത്തത് ശരിപ്പോത് ശനിവാരം. നാനി നായകനാവുന്ന സിനിമയാണ്. സിനിമയിൽ നമ്മുടെ അഭിരാമി മലയാളത്തിൽ നിന്ന് ഒരു താരം സിനിമയിൽ കയറി പറ്റിയിട്ടുണ്ട്. ആളുടെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. കൊള്ളാം. അഭിരാമി നല്ലൊരു ലക്ക് ഫാക്ടറാണ്. മഹാരാജ മോനെ. അതൊരു സത്യം. അടുത്തത് കുട്ടന്റെ ഷിനിഗാമി. അടിപൊളി, നല്ല പേരില്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. റഷീദ് പാർക്കിലാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. ഇതൊരു മത്സരത്തിനുള്ള ഒരു പഞ്ച് വരുന്നില്ലല്ലോ. സാധനം കട്ടിയുള്ള സാധനങ്ങളൊന്നും വരുന്നില്ല. അതാണ് പ്രശ്നം. വന്നടാ കുട്ട. എമ്പുരാൻ എന്നെ സഹായിക്കാൻ എമ്പുരാൻ എത്തിയിരിക്കുന്നു. എമ്പുരാൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. 45 ദിവസത്തെ ഷെഡ്യൂളിന് ശേഷം ഗുജറാത്ത് ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഇത് ആ ഷെഡ്യൂൾ മൊത്തം കംപ്ലീറ്റ് ആയതുകൊണ്ട് ചെയ്തതല്ല എന്നുള്ളതാണ് കേട്ടത്. അതായത് അവിടെ ഭയങ്കര ഹെവി റെയിനാണ്. അതുകൊണ്ട് താൽക്കാലികമായി കൊടുത്തിരിക്കുന്ന ഒരു ബ്രേക്കാണ് എന്നുള്ളതാണ് അറിഞ്ഞത്. ഓക്കെ. അപ്പം ഞാൻ വീണ്ടും ശക്തി പ്രാപിക്കേണ്ടിയിരിക്കുന്നു. എമ്പുരാൻ വെച്ച് ഞാൻ കളിച്ചിരിക്കുന്നു. വലിയൊരു കളി. അതിൻ്റെ മുകളിലേക്ക് ഒക്കെ ആൾ കൊണ്ടുപോടാ. അതിൻ്റെ മുകളിലേക്ക് നല്ല അതിൻ്റെ അപ്പുറം അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. ഇംഗ്ലീഷ് പിന്നെ നമുക്ക് വലിയ സംഭവമായിട്ട് ഞങ്ങൾ കരുതാറുണ്ട്. അതെന്ന് മുതൽ എപ്പോ മുതൽ? ഇന്ന് മുതലാ? ഡൂംസ്ഡേ അല്ലേ? അതെ. ധൂം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ പുകന്നാണ്. ആണല്ലേ? എന്നാ അതിന്റെ ദിവസം തന്നെയാ. 2026 മെയ് മാസം സിനിമ റിലീസ് ചെയ്യും എന്നാണ് കേൾക്കുന്നത്. ഓക്കെ. റോബർട്ട് ഡൗണി ജൂനിയർ തിരിച്ചു വരികയാണ്. അതായത് ധൂമായിട്ട് ഡോക്ടർ ധൂം. ഓക്കെ. ആള് വീണ്ടും MCUലേക്ക് അവഞ്ചേഴ്സ്. ഇനി അതിനെ മറികടക്കാൻ ഒരു ഐറ്റം. ഇതൊക്കെ ലാസ്റ്റ് എടുത്താ പോലെ. ശരിക്കും നമ്മുടെ ബർത്ത്ഡേ ആണ് നമ്മുടെ ശരിക്കും ദുൽഖറിന്റെ കിഴി ആരെടുക്കുന്നോ ആ ആളാണ് ശരിക്കും ജയിക്കേണ്ടത് അല്ലേ? അങ്ങനെ ആക്കിയാൽ മതിയായിരുന്നു ആദ്യം. ഇനി അതിനെ കുറിച്ച് നോക്കണ്ട. ഇനി വേണ്ട. ഇനി എന്തായാലും അവഞ്ചേഴ്സ് ഒക്കെ ഞാൻ എടുത്തേക്ക. ഇനി അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് ഇനി വേറെ മാറ്റണ്ട. SSMB 29 ഇത് ബിഗാണ്. പക്ഷെ അവഞ്ചേഴ്സ് അതിന് മുമ്പ് കയറി കളിച്ചതുകൊണ്ടേ ചെറിയൊരു പ്രശ്നമുണ്ട്. അവഞ്ചേഴ്സ് ഞാൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇത് അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് കിട്ടൂല. ഇല്ലെങ്കിൽ ഇതൊക്കെ മാറിപ്പോയേനെ. എന്തായാലും SSMB 29 അനൗൺസ്മെന്റ്. നമ്മുടെ മഹേഷ് ബാബുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ബർത്ത്ഡേൻ്റെ ഡേറ്റിൻ്റെ ഉള്ളിലായിട്ട് ഇതൊരു പ്രസ് മീറ്റ് വെച്ച് അനൗൺസ് ചെയ്യും എന്നുള്ള ഒരു റൂമേഴ്സ് വരുന്നുണ്ട്. അതായത് ഓഗസ്റ്റ് 9 ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ വരുമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരില്ല. ഒരു പ്രസ് മീറ്റ് സംഘടിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് അങ്ങ് അനൗൺസ് ചെയ്യും. അതിൻ്റെ ആവശ്യമുണ്ടോ ഇനി? അനൗൺസ് ചെയ്തല്ലേ?
അങ്ങനെ രീതിയിൽ നോക്കുമ്പോൾ ഷൂട്ട് തുടങ്ങുന്നതിന്റെ വല്ലതൊക്കെ ആണോ എന്താണെന്ന് പറയാൻ പറ്റില്ല. അടുത്ത് എന്തായാലും മഹേഷ് ബാബു ഒക്കെ കുറച്ചും കൂടെ കുറ്റായിട്ടോ, അടുത്തത് കൂടുതൽ ബോഡി സെറ്റ് ഉണ്ട്. അത് പിന്നെ ആവാണ്ടിരിക്കോ, അറയിലിരിക്കുന്ന ആവാണ്ടിരിക്കാൻ പറ്റൂല. എടാ നേരത്തെ പറഞ്ഞതും വേണമെങ്കിൽ ആക്കാട്ടോ. എന്താടാ ദുൽഖറിന്റെ കിട്ടുന്നവർക്ക് ആണോ, ദുൽഖർ കിട്ടുന്നവര് വിജയ് എന്നുള്ളത് വേണമെങ്കിൽ ആക്കാം. കിട്ടിയോ? ലക്കി ഭാസ്കർ സിനിമയില് സായി കുമാർ ഓൺ ബോർഡ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ സായി കുമാർ അല്ല വേറെ സായി കുമാർ. ഇപ്പൊ എങ്ങനെ ഇരിക്കണം, ഇതിപ്പോ ഏത് രീതിയിൽ നോക്കിയാലും നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ചിരി വരുന്നുണ്ട്. മത്സരിക്കാനുള്ളൊരു ഇതുപോലും തരുന്നില്ല, ഒരു ടൈം അല്ലേ. ടോക്സിക് എന്തല്ലേ, യഷ് നായകനാവുന്ന അടുത്ത സിനിമയാണ്, അതായത് KGF 2 ശേഷം ടോക്സിക് സിനിമ റിലീസ് ഡേറ്റ് പറഞ്ഞിരുന്നത് ഏപ്രിൽ 10 എന്നുള്ളതായിരുന്നു, 2025. അത് ഡേറ്റ് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിന് കാരണം എന്താ, ഇതിൻ്റെ ഷൂട്ട് വൈകുന്നു. ഓക്കെ ടോക്സിക് കിട്ടി, SSMB 29 കിട്ടി, എമ്പുരാനും കിട്ടി. സന്തോഷിക്കാൻ ഒരു വഴി ഒരു വകുപ്പില്ലാത്ത അവസ്ഥ. അല്ല വകുപ്പില്ലാന്ന് പറയാൻ പറ്റില്ല. അവഞ്ചേഴ്സും ലക്കി ഭാസ്കറും മാത്രമേ ഈ കിട്ടിയിരിക്കുന്നുള്ളൂ. അതല്ലേ ഇനി കിട്ടാൻ പോണതൊക്കെ വലുതാണ്. അതുകൊണ്ട് പിന്നെ അല്ല, അത് ശരിയാണല്ലോ. മത്സരിച്ച് വരുമ്പോ 3 നീണ്ടാനല്ലേ കിട്ടിയിരിക്കുന്നത്. മലയാള ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലുത്, തെലുങ്കിലെ ഏറ്റവും വലുത്, കന്നഡയിലെ ഏറ്റവും വലുത്. 3 വലുത് കിട്ടിയിരിക്കുന്നവർക്ക് തന്നെ. ഇനി എണ്ണം കൂടുന്നതിനനുസരിച്ചാണ്. ഇവ 2 നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ലക്കി ഭാസ്കറും അവഞ്ചേഴ്സും. പിന്നെ അവഞ്ചേഴ്സിന്റെ ഒരു കനം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും കനപ്പിച്ചരാം. 3 അല്ലേ, അതിൽ സ്കോപ്പ് ഉണ്ട്, അതില്ലാന്നൊന്നും പറയാൻ പറ്റില്ല. പ്രശാന്ത് നീൽ, അജിത് കുമാർ. എന്താണ് നമുക്ക് ഇല്ലാത്തതാണ് അപ്ഡേഷൻ. ആഹാ, അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിപ്പോ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ അതിനകത്ത് പെടും. അത് അവർക്ക് മനസ്സിലാവും, കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. വീഡിയോ കിട്ടിയിട്ടുണ്ടാവും. എന്താണെങ്കിലും എല്ലാരും ഭയങ്കരമായിട്ട് കാത്തിരുന്നൊരു സംഭവമാണ്. ഈ ഒരു റൂമർ ഭയങ്കരമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നതാണ്. നമ്മൾ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നടക്കൂല എന്നുള്ള കാര്യം. അന്ന് നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു, അതായത് പ്രശാന്ത് നീലിന് ഒരു യൂണിവേഴ്സ് ഒരുക്കാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ലാന്ന്. അത് നമ്മുടെ അഭിപ്രായം പറഞ്ഞല്ല, അത് പ്രശാന്ത് നീൽ തന്നെ പറഞ്ഞതാ, എനിക്ക് യൂണിവേഴ്സിനുള്ള കഴിവില്ലാന്ന് ഉണ്ടാക്കാനുള്ള. അതെ, ഇതിന്റെ അജിത് കുമാറിന്റെ മാനേജർ പറഞ്ഞ സംഭവമാണ്. ഇവര് തമ്മിൽ കണ്ടു എന്നുള്ളത് സംഭവമാണ്, സത്യമാണ്. പക്ഷെ ഇതിന്റെ പേരിലുള്ള ചർച്ചകളോ ഒന്നും നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സിനിമ ഇപ്പൊ ഒന്നും ഇല്ല എന്നുള്ളത്. അതെ, എന്തായാലും സന്തോഷമായി, വളരെ സന്തോഷമായി. എന്തായാലും അടുത്ത കിഴി കങ്കുവ സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ. 75 ദിവസം കൂടി ഉള്ളൂ ഇനി ഇത് നമ്മൾ കാണാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. കങ്കുവ എന്താണ് കങ്കുവ, മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയിൽ ഏറ്റവും വലുതിൽ ഒന്നും കൂടിയാണ്. അതെ, കങ്കുവ. അപ്പോൾ കനം കൂടുന്നു. ഇപ്പൊ 4 4 3 വെച്ച് ഞാനും ഇതൊന്നും പോത്. രാമായണം ഡെയിലി 3 മണിക്കൂർ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടും പരിപാടികളും ചെയ്യുന്നുണ്ടെന്നാണ്, പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നാണ്. അതായത് രൺബീർ കപൂർ. ഓക്കെ, അപ്പം ഈ സാധനം ഒന്ന് ഇതായി നിൽക്കുമല്ലേ, സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയേക്കുന്നതല്ലേ. എന്തായാലും ഈ ക്യാരക്ടർ ആൾക്ക് അത്രത്തോളം ചലഞ്ചിങ് ആണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ആളുടെ വാശി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 മണിക്കൂർ ഒരു ദിവസം, അത് ഒരു ഭയങ്കര ഇത് തന്നെ കേട്ടോ. അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ അനിമലിന് വേണ്ടിയിട്ട് തടി കൂട്ടിയിട്ടുണ്ടായിരുന്നു ആള്, ബോഡിയൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അത് നേരെ കുറച്ച് രാമായണം ഷൂട്ട് തുടങ്ങാനായപ്പോഴത്തേക്കും ഇപ്പൊ വീണ്ടും ഇതിനു വേണ്ടി നന്നായിട്ട് ആള് തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി കൊണ്ടുവരുന്നുണ്ടാവാം, പുതിയ മാനർസങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പായിരിക്കാം മേ ബി. ഓക്കെ, അടുത്ത കിഴി SK23 സിനിമ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത് പൊങ്കൽ റിലീസായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ശിവകാർത്തികേയനും വന്നു. ഓക്കെ, വരാനുണ്ടോ ബാക്കി? അടുത്തത് കട്ട മത്സരം ദേവര സിനിമയുടെ സെക്കൻഡ് സിംഗിൾ, അതായത് ഓഗസ്റ്റ് 1st വീക്ക് ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ,
ഓക്കെ, അപ്പൊ ഫസ്റ്റ് സിംഗിൾ, അയ്യോ ഫസ്റ്റ് സിംഗിൾ ഓർമ്മിപ്പിക്കരുത്. ഫസ്റ്റ് സിംഗിള് പക്ഷെ വമ്പ ഹിറ്റായില്ല, ഹിറ്റായി, ഭയങ്കര ഹിറ്റായിട്ടുണ്ടായിരുന്നു. ഓ ഓക്കെ 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 അളിയാ, ദുൽഖറിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ദുൽഖറിന്റെ കിട്ടിക്കഴിഞ്ഞാൽ എന്നുള്ളൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് നീ ഒരു അഹങ്കാരം ഇട്ടുണ്ടായിരുന്നില്ലേ, ഒരു ലക്കി ഭാസ്കർ വെച്ചിട്ട്. മറ്റതും കിട്ടിയില്ലേ, അതിന് വേറെ മറ്റതും കിട്ടിയില്ലേ. ദുൽഖർ സൽമാൻ നായകനാവുന്ന അടുത്ത തെലുങ്ക് മൂവിയാണ്. വലിയ സംഭവമാണ്. അതായത് വൈജയന്തി മൂവീസും പിന്നെ ഗീത ആർട്സ് പിന്നെ വേറെ ടീം കൂടി ഉണ്ട്. മൂന്ന് ടീമാണ് പ്രൊഡക്ഷനാണ്. ഇവർ 3 പേര് ഒരുമിച്ച് ചേർന്ന് പ്രൊഡക്ഷൻ ചെയ്യുന്ന സിനിമയാണ്. വന്നിരിക്കുന്നത് എന്തായിരുന്നു എൻ്റെ പേര്, ആകാശം ലോ. അതായത് സ്കൈക്ക് ലിമിറ്റ്സ് ഇല്ല, ആകാശം ലോ ഒക്കത്തര. അങ്ങനെ എന്താണോ, അങ്ങനെയാണ് ഞാൻ വായിച്ചത് കേട്ടോ. ഇങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. മലയാളം പോസ്റ്റേഴ്സ് ഇറക്കിയിട്ടില്ല, മലയാളം ഇറക്കിയിട്ടില്ല. പിന്നെ ഇംഗ്ലീഷിന്റെ ആണ് അടിയിൽ ക്യാപ്ഷൻ കൊടുത്തുള്ളത്. അതായത് ഇതിന്റെ അർത്ഥതാണ് ആകാശത്തിന് ലിമിറ്റ്സ് ഒന്നും ഇല്ല എന്നുള്ള സാധനം. എന്തായാലും പീരിയോഡിക് മൂവി തന്നെ ആയിരിക്കും എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇതിന്റെ ലുക്ക് കണ്ടിട്ട് പഴയ ഒരു വൈബ് അടിക്കുന്നുണ്ട്. പക്ഷെ ഈ പേരിലൊരു ഒരുപാട് ആശയങ്ങളുണ്ട്, ഒരു വലിയ സാധ്യത ഉണ്ട്. എന്തായാലും വലിയൊരു സിനിമ തന്നെ ആവട്ടെ, എന്തായാലും കാത്തിരിക്കാം. അതെ. ആരായിരുന്നു? പവൻ സദ്നേനിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഓക്കെ പോവല്ലേ? ആരീച്ചു ഞാൻ ചോദിച്ചു എണ്ണം കൂടിയത് നോക്കിക്കോ. നോക്കിക്കോ കറക്റ്റാ. അല്ലാതെ പിന്നെ ഒപ്പത്തിനൊപ്പാണെങ്കിൽ അവഞ്ചേഴ്സ് കിട്ടിയത് വെച്ചിട്ട് നീ അല്ലാടാ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എണ്ണത്തിൽ എനിക്കും ഓർമ്മയില്ല ഏതൊക്കെ വന്നു പോയേക്കുന്നതെന്ന്. കുറെ വന്നിട്ടുണ്ടായിരുന്നു. മിക്കവാറും എണ്ണം എന്താ തന്നെ ആയിരിക്കും കൂടുതൽ. ശിവകാർത്തികനൊക്കെ വന്നില്ലേ? പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് ഒരു കണക്ക് വെച്ച് അല്ല, നീ ജയിച്ചു അളവ് വെച്ച് നോക്കുമ്പോ അവഞ്ചേഴ്സ് എടുത്തതുകൊണ്ട് നീ മുകളിലാണ്. അത് പറഞ്ഞത് കാര്യമല്ലോ, നീ മുകളിലാണ്. പിന്നെ അല്ല മറ്റേ അത് തന്നെ ഉള്ളൂ, 5 കണ്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. ചെറുക്കൻ വിജയിച്ചായിട്ട് വെച്ചിരിക്കുന്നു. പക്ഷേ രണ്ടുപേരും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. ഞാൻ തന്നല്ലേ ഒരിക്കലും, അതായത് അർഹത ഇല്ലാത്ത വിജയം ഞാൻ സ്വീകരിക്കാറില്ല. ചേടാ, ഇതിപ്പോ അർഹതപ്പെട്ട എണ്ണം നോക്കുമ്പോ നിന്റെ അല്ല കൂടുതല്. അത് ശരിയാണ്. പിന്നിപ്പോ എന്താ, പിന്നെ എങ്ങനെ വിജയിക്കാണ്ടിരിക്കണം മണ്ട. ഇത് എന്തോ ഒരു കഷ്ടത പറ. ജയിച്ചു കഴിഞ്ഞിട്ടും ഞാൻ ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് കാണും ഇങ്ങനത്തെ. അതെന്തായാലും പോവാണെങ്കിൽ ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ കാണാം. ബൈ.